ഫൈനൽ തോൽവിക്ക് പിന്നാലെ മൈതാനത്ത് തല്ലുമാല. പരേഡസിന് റെഡ് കാർഡ്. ഫിഫ ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ മൈതാനത്ത് കയ്യാങ്കളി. സ്പാനിഷ് താരങ്ങളായ എറിക് ഗാർസിയ, ഗാവി എന്നിവരെ അർജന്റീന താരം ലിയാൻഡ്രോ പരേഡസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫൈനൽ വിസിലിന് പിന്നാലെ വിജയം ആഘോഷിക്കാൻ മൈതാനത്തേക്കോടിയ സ്പാനിഷ് താരങ്ങൾക്കിടയിൽ റോഡ്രിയെ അർജന്റീന താരം നഹുൽ മൊളീന അടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. റോഡ്രി ഇത് ചോദ്യം ചെയ്തു. ഇത് കണ്ട എറിക് ഗാർസിയ മൊളീനയെ പിടിച്ചു മാറ്റാനെത്തി. പിന്നാലെ പരേഡസ് എത്തി ഗാർസിയെ മർദ്ദിക്കുകയായിരുന്നു. ഇത് തടയാനെത്തിയ ഗാവിയെയും പരേഡസ് കായികപരമായി തന്നെ നേരിട്ടു. പിന്നീട് ഇരു ടീമിലെയും താരങ്ങളും അർജന്റീന കോച്ച് ലയണൽ സ്കലോണിയും ചേർന്നാണ് താരങ്ങളെ പിടിച്ചു മാറ്റിയത്. പിന്നാലെ പരേഡസിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു. ഫൈനലിൽ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് കീഴടക്കി സ്പെയിൻ തങ്ങളുടെ രണ്ടാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസാണ് ടീമിൻ്റെ വിജയ ഗോൾ നേടിയത്. 2010 ശേഷമുള്ള ടീമിൻ്റെ കിരീട നേട്ടമാണിത്. 90 മിനിറ്റിൽ ഒറ്റ ഷോട്ടില്ല, ഒരു റെഡ് കാർഡ്. ദയനീയം അർജന്റീന. ലോകം അമ്പരന്ന സ്പെയിൻ മാജിക് ചർച്ചയാവുകയാണ്. ഒരു ഷോട്ട് പോലും ഇല്ലാതെ 90 മിനിറ്റ് ലോകകപ്പ് ഫൈനൽ കളിച്ച ഒരു സംഘത്തിന് എങ്ങനെ കിരീടത്തിൽ മുത്തമിടാനാകും? ലോകകപ്പ് ഫൈനലിൽ ഇതിനു മുൻപ് ഒരു ടീമും ഒറ്റ ഷോട്ടില്ലാത്ത 90 മിനിറ്റ് പൂർത്തിയാക്കിയിട്ടില്ല. ആ നാണക്കേടിൻ്റെ റെക്കോർഡുമായാണ് അർജന്റീന കളം വിടുന്നത്. ലോക ചാമ്പ്യന്മാരുടെ പകിട്ടോടെ കിരീടം നിലനിർത്താനിറങ്ങിയ അർജന്റീനയെ 120 മിനിറ്റും സ്പെയിൻ വരച്ച വരയിൽ നിർത്തി. മത്സരത്തിൽ ആകെ അർജന്റീന ഉതിർത്തത് 2 ഷോട്ടുകൾ. റോഡ്രിയും യമാലും ഒൽമോയുമെല്ലാം നിറഞ്ഞാടിയ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ മെസ്സിയെ ആരും കണ്ടില്ല. അത്ര ഗംഭീരമായ ആധിപത്യമാണ് അർജന്റീനയ്ക്കെതിരെ യൂറോ ചാമ്പ്യന്മാർ പുലർത്തിയത്. ഫൈനലിൽ ദയനീയമായി സ്കലോണിയും സംഘവും തകർന്നടിഞ്ഞു. ഒരു ഗോൾ മാത്രമേ വഴങ്ങിയുള്ളൂ എന്നതിന് അർജന്റീനയ്ക്ക് ആശ്വസിക്കാം. മെസ്സിയെ അമിതമായി ആശ്രയിച്ചതിൻ്റെ വിലയോ? അർജന്റീനയെ ശ്വാസം വിടാനാകാത്ത വിധം വരിഞ്ഞുമുറുകി സ്പെയിൻ വരുമ്പോൾ ചർച്ചകളും സജീവമാണ്. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഒരു ഇതിഹാസത്തിൻ്റെ കളിക്കാലത്തിന് വിരാമമായിരിക്കുന്നു. ലയണൽ മെസ്സിയുടെ കിരീടധാരണം സ്വപ്നം കണ്ടെത്തിയ അർജന്റീന ആരാധകർക്ക് നിരാശ നൽകിക്കൊണ്ട് 16 വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ ലോക കിരീടത്തിൽ വീണ്ടും മുത്തമിട്ടു. തോൽവിയിലും തലയുയർത്തി പിടിച്ചാണ് 10-ാം നമ്പർ താരം വിശ്വവേദിയിൽ നിന്നും മടങ്ങുന്നത്. മാത്രവുമല്ല, അർജന്റീനയിൽ മെസ്സിക്കൊപ്പം ആവേശത്തോടെ മെസ്സിയുടെ ആരാധകരുമൊക്കെ ചർച്ചയാവുകയാണ്.